ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ മോള് പച്ചക്കറി വിളവെടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ആളെൻ്റെ കൂടെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാനായിട്ട് കയറി വരാറുണ്ട്. ഭയങ്കര താല്പര്യമാണ്. തക്കാളി ഒരെണ്ണം മാത്രമായിട്ട് പഴുത്ത് നിൽപ്പുണ്ട്. അതാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. പറിക്കാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ നടാനായിട്ടും വെള്ളം ഒഴിക്കാനും അങ്ങനെ എല്ലാ സമയത്തും കയറി വന്ന് ചെയ്യാറുണ്ട്. ആൾക്ക് ഭയങ്കര താല്പര്യമാണ് ചെയ്യാനായിട്ട്. വെണ്ടയ്ക്കയാണ്, ഇതൊരു വയലറ്റ് കളറുള്ള വെണ്ടയ്ക്കയാണ്. വളരെ പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കണം, അല്ലെങ്കിൽ മൂത്ത് പോയി പിന്നെ അത് കൊള്ളാതാവും. നമുക്ക് കുറച്ച് പയറും കുക്കുംബറും വെള്ളരിയൊക്കെ നമ്മൾ പറിച്ച് തിരിപ്പുണ്ട്. വീഡിയോ എടുത്തിരുന്ന് കട്ടായി പോയതുകൊണ്ടാണ് കാണിക്കാൻ സാധിക്കാതിരുന്നത്. ഇത് ഇത്തിരി പൊക്കത്തിലാണ് ഈ വെണ്ടയ്ക്ക നിൽക്കുന്നത്. കഴിഞ്ഞു തൊട്ട് വെണ്ട എല്ലാം കഴിയാറായി, അതിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതെല്ലാം മാറ്റി നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ നട്ട് കൊടുക്കണം. അതാ വെണ്ടയ്ക്കയും പറിച്ചുകൊണ്ട് വരുന്നതാണ് ഈ കാണുന്നത്. വെണ്ടയ്ക്ക കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നമുക്ക് വെണ്ടയ്ക്ക ഒരു ദിവസം പറിച്ചാൽ ഒരു 10-15 വെണ്ടയ്ക്കയോളം കിട്ടുന്നൊരു അത്രത്തോളം കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം വെണ്ടയ്ക്കയുടെ സമയം എല്ലാം കഴിഞ്ഞ്, ആ വെണ്ടയ്ക്ക എല്ലാം പറിച്ച് മാറ്റേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇവിടെ ഓരോന്നും വെണ്ടയ്ക്കയാണ് ഇപ്പോൾ ഉണ്ടായി നിൽക്കുന്നത്. ഇതും ശരിക്കും ആ പ്ലാന്റ് മാറ്റാൻ സമയമായതാണ്. ഒരു വഴുതനങ്ങയും കിട്ടിയിട്ടുണ്ട്, ഒരു കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഓരോന്നേ ഇതൊക്കെ കിട്ടിയിട്ടുള്ളൂ. പൊളിയൻ പയർ കുറച്ചുണ്ടായിരുന്നു. പയർ നന്നായി ഉണ്ടായി വരുന്നുണ്ട്. വെണ്ടയ്ക്ക വേറെ ഒരെണ്ണം കൂടി ആൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ വെണ്ടയ്ക്ക എല്ലാ പ്ലാന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇതെല്ലാം പറിച്ച് മാറ്റാൻ സമയമായതാണ്. നമുക്കത് ഉടനെ തന്നെ മാറ്റണം. ഒരു ദിവസം ഒരു അവധി കിട്ടുന്നൊരു ദിവസം ചെയ്യാമെന്നൊക്കെ കരുതിയിരിക്കുകയാണ്. ഇതൊരു തക്കാളിയുണ്ട്. ഇതൊക്കെ പച്ച തക്കാളികളാണ്. തക്കാളി പഴുത്തത് നമ്മുടെ അധികം ഇപ്പം ഇല്ല. ഇതൊരു കുക്കുംബറാണ്. ഒരു പയറുണ്ട്. കുക്കുംബറും പയർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമുക്ക് പയർ നന്നായി തന്നെ കിട്ടാറുണ്ട്, ഇഷ്ടംപോലെ കിട്ടാറുണ്ട് പയർ. പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ.